ഹായ്. അപ്പോൾ ഇന്നലെ നമ്മുടെ വൈകുന്നേരം നാമിനേഷൻ ഇതുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വോട്ട് കിട്ടത് അപ്പാണി സരത്തിന്, അക്ബർക്ക്, മറ്റേ അനുക്കും, പിന്നെ ഷാനവാസിന്, പിന്നെ റഗണയ്ക്ക്. അതാണ് വലിയ കാര്യം. അകത്ത് പോയിട്ട് അപ്പാണി സരത്ത് വിളിച്ചത് അങ്ങനെ ശരിയില്ലെന്ന് പറഞ്ഞു. അന്ന് ആ സെക്കൻഡ് അവൾ അവിടെ വെച്ച് പറയായിരുന്നു, ചേട്ടാ അവൾ പറഞ്ഞ കേട്ടാനെ അക്ബർ അയ്യോ താൻ ചെയ്ത് തെറ്റാനും ചിലപ്പോൾ ഓർത്താനെ ഇവന്മാർ ആരും ഗ്രൂപ്പിൽ പറയാണ്ട് ഇവിടെ അകത്തിപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെയും നാമിനേഷൻ ഇടും. ഞാൻ ഈ ആഴ്ച പുറത്ത് പോകാനുള്ളതാണെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ പോയി പതുക്കെ പമ്മയായി പോയി അവൾ ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവൾ നല്ല പിള്ളയായിട്ട് അകത്ത് പോയിട്ട് ഞാൻ നല്ലതാണെന്ന് കാണിക്കാണ്ടി പറഞ്ഞ് അങ്ങനെ വിളിച്ചത് ശരിയായില്ലായിരുന്നു. അന്ന് അവൾ അവിടെ നിന്ന് പറയണമായിരുന്നു, പറഞ്ഞില്ല, പറഞ്ഞ് കേട്ടാനെ ആ ഗ്രൂപ്പ് കേട്ടനെ കേൾക്കണല്ല. അത് കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് അന്ന് ഇത്ര പേര് വന്നിട്ടുണ്ട്, ബാക്കി 2-3 പേരല്ലേ ഉള്ളൂ. അന്ന് ഈ ആഴ്ച എല്ലാവരും പോട്ടെ, പുറത്ത് നന്നായിട്ട് കളിക്കുന്നവർ അവിടെ നിൽക്കട്ടെ, കളിക്കാത്തവർ പുറത്ത് പോട്ടെ. നമ്മുടെ ആ ചൈതന്യൊക്കെ 2 സൈഡും അപ്പുറത്തും ഇപ്പുറത്തും കാലിലിട്ടാണ് നിൽക്കണത്. പിന്നെ നമ്മുടെ നിബിൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഇവിടെ നിന്ന് നിന്നപ്പം എന്നെ പുറത്ത് പോകാണ്ടി അപ്പാണി സ്ഥലത്ത് ഭയങ്കര ഇതായിരുന്നു. ഇതാണ് ഓൻ്റെ തീരുമാനം, ഇതാണ് എൻ്റെ തീരുമാനം, ഉറച്ച് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇൽമാർ പറഞ്ഞ് നീ തട്ടലുണ്ട, നീ പുറത്ത് പോയി കാണിക്കാൻ പറഞ്ഞു. അപ്പം കൂടി പറഞ്ഞില്ല, നീ ഉറച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇവൻ പോവുകയും ചെയ്ത്. ലാസ്റ്റ് എല്ലാവരും ഗ്രൂപ്പായിട്ട് വന്നിട്ട് അപ്പാണി സ്ഥലത്ത് നിബിൻ പറഞ്ഞ് പോയി തെറ്റാണ്, ബിഗ് ബോസ് തിരിച്ച് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് കാൽ പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം അതങ്ങനെ അപ്പം നിബിൻ ലോകത്തിപ്പോൾ അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മുടെ രഗന പോയി നമ്മുടെ നൂറവിനെ കാല് പിടിക്കണ്ടേ. പുള്ളിക്ക് മനസ്സിലായി ഇനി ഇവളുടെ അടുത്ത് നമുക്ക് നമ്മുടെ കളി അനുമോളുടെ അടുത്തേ പറ്റുള്ളൂ, നമ്മുടെ നൂറവിൻ്റെ അടുത്ത് പറ്റുള്ളൂ. നമ്മൾ അടിച്ച് കളക്കി പുഴക്കി ഇവിടെ ഇടും, ഉണക്കായി ഇടും. അപ്പോൾ നമുക്ക് ഈ കളി ഇവിടെ പറ്റില്ല, നമ്മുടെ കളി മാറ്റി പിടിക്കുക. എന്നാൽ ഇന്നലെ തന്നെ കണ്ടു നമ്മൾ നൂറാവിയും റഗണയും വഴക്കുണ്ടാക്കാനടുത്ത് ആ ഗ്രൂപ്പിൽ നിന്ന് ആരും വന്നില്ല. വരാൻ എന്താണ് ഇവന്മാരുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. 2 ദിവസം കൊണ്ട് മനസ്സിലായി ഇവർ ഒന്ന് പറഞ്ഞാൽ ഇരട്ടിക്ക് പറയും, ഇവർ പറയുന്നത് ഇപ്പോൾ തന്നെ തിരിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് പേടിയാണ്. എന്നാലും നൂറാവിയും റഗണയും അവിടെ കിടന്ന് വഴക്കുണ്ടാക്കാനടുത്ത് അക്ബർ ചിരിച്ചുകൊണ്ട് പോട്ടെ പറഞ്ഞിട്ട് അവർക്കൊന്നുമില്ല. ഇതേ നമ്മൾ ഇവിടെ അനുമോളെ എറണാകുണ്ടല്ലോ ഗ്രൂപ്പ് മൊത്തം വന്നിട്ട് എന്തെങ്കിലും നല്ലോണം പറഞ്ഞുകൊണ്ട് പോയത്. എന്നാലും ആര്യനെ കണ്ടില്ല, അക്ബർ കണ്ടില്ല, അപ്പാണി സരത്തിനെ കണ്ടില്ല, പിന്നെ കൃഷ്ണനെ കണ്ടില്ല. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലായോ, എന്ന് ഇവൾ കാല് പിടിച്ച് കൈ പിടിച്ച് തിരുമണം ഒരാൾ ഇന്നലെ അത്രയും കറയാനടുത്ത് അവളെ കണ്ടില്ല. അടുത്തിങ്ങനെ നിൽക്കണം, കയ്യും തിരുമാവനല്ല കാലും തിരുമാൻ. അപ്പോൾ അവിടെ ആരെ പൊട്ടിയ ഈ പെണ്ണാണ്. നമ്മൾ എന്തിനാണ് കളിക്കാൻ പോയിരിക്കണം, കളിച്ചാൽ മതി. ഇവളുടെ കയ്യും കാലും തിരുമാനല്ലല്ലോ പോയിരിക്കണം. അത് അവൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇന്നലെ രഗണ കയ്യും കാലും പിടിച്ച് അവൾ മാപ്പ് ചോദിച്ച് രഗണയുടെ നൂറാവിയുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ പോകണ്ട് എന്താവും അറിയില്ല. ചിലപ്പോൾ ഈ ഒരാഴ്ചയ്ക്കാണെന്ന് അറിയാൻ പാടില്ല, ഈ വോട്ടിന് ഇത് വന്നിരിക്കുമല്ലോ അതിനാണെന്ന് അറിയാൻ പാടില്ല. പുറത്ത് പോകാതിരിക്കാനുള്ള കളിയാണെന്ന് പറയാൻ പറ്റൂല, നമുക്ക് കണ്ടറിയാൻ പാടുള്ളൂ.